ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ വർഷത്തിനേക്കാൾ വ്യത്യസ്തമായൊരു വർഷമാണ് ഈ വർഷം. 2020 2020 ആണ്. എല്ലാം കൊണ്ടും നല്ലൊരു വർഷമാണ്. മാത്സിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നാണ് പേര്. ചാപ്റ്ററിന്റെ പേര് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ളത്. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും മാത്സിനോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ട്രിഗണോമെട്രിനെ കാണാറുള്ളത്. അതായത് സൈനും കോസും എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും അതിനോടൊരു ഇഷ്ടമില്ലായ്മ തോന്നാറുണ്ട്. പക്ഷെ അതിന് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും അതിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സൈനും കോസിനും എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ടില്ല എന്നാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റാണ് മാത്സിലെ കാൽക്കുലസ്. അതിൽ തന്നെ ട്രിഗണോമെട്രി എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ട്രിഗണോമെട്രി തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളൊന്ന് സൂചിപ്പിക്കുന്നത്. ഫണ്ടമെന്റൽ ആയിട്ട് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ അവിടെ അറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് 6 സൈന്, കോസ്, ടാന്, കോട്ട്, സീക്ക്, കൊസീക്ക്. ഇതേപോലെ തന്നെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസും 6 സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ദെൻ ലാസ്റ്റ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് സൈനിന്റെ വാല്യൂസ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. 2 തരം മെഷർമെന്റ് ഉണ്ട്, ഡിഗ്രി മെഷർമെന്റ് ആൻഡ് റേഡിയൻ മെഷർമെന്റ്. ഓരോന്നിനും വാല്യൂസ് ഒക്കെ ഫസ്റ്റ് ഇയർ ഡീപ്പായി പഠിച്ചതാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു മാർക്കിന് പ്രിൻസിപ്പൽ വാല്യൂ എന്നൊരു സെക്ഷൻ വരാണ്ട്, ആ സെക്ഷൻ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഈ ടേബിൾ പഠിക്കാനും വളരെ എളുപ്പമാണ്. നമുക്കറിയാനാണ് ഈ 3 ഫംഗ്ഷൻസ് ആദ്യം പഠിക്കുക. സൈന്, കോസ്, ടാൻ. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഇതിനൊക്കെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. π/6 അതിന്റെ റേഡിയൻ ആണ്. ദെൻ π/4 റേഡിയൻ മെഷർമെന്റ് ആണ്. π/3, π/2, ദെൻ π. നാ ഫസ്റ്റ് വൺ സൈനിന്റെ. സൈൻ 0ന്റെ വാല്യൂ നമുക്കൊക്കെ അറിയുന്നതാണ് 0. സൈൻ π/6ന്റെ വാല്യൂ 1/2. ദെൻ സൈൻ π/4ന്റെ വാല്യൂ 1/√2. സൈൻ π/3ന്റെ വാല്യൂ √3/2. again sin π/2 1. തൽക്കാലം ഇത്രയും ആണ് എഴുതിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. സൈൻ 0 ഈ ഒന്ന് മാത്രം പഠിച്ചാൽ തന്നെ ബാക്കി രണ്ടും ഓട്ടോമാറ്റിക്കായി നമുക്ക് കിട്ടും. ഈ സൈനിന്റെ വാല്യൂസ് നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, തിരിച്ചിടാൻ പോവാണ്. തിരിച്ചിട്ടാൽ നമുക്ക് ആരെ കിട്ടും? കോസിന്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ സൈൻ 90 ആണ് 1. ഇതിന് നേരെ തിരിച്ചിടുമ്പോ ആ 1 എവിടെ വരും? കോസ് 0ന്റെ താഴെ വരും. എഗെയിൻ അതേപോലെ തന്നെ √3/2 ഇങ്ങോട്ട് ഈ ഭാഗത്തെ ഇങ്ങോട്ട് മറിച്ചിടുമ്പോ അത് സൈൻ കോസ് 30ന്റെ സ്ഥാനത്ത് വരും. അപ്പൊ √3/2. എഗെയിൻ 1/√2 സെന്റർ തിരിച്ചിടുമ്പോഴും ഇവിടെ തന്നെ വരുള്ളൂ. 1/√2. എഗെയിൻ 1/2 10 0. നമുക്കറിയുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ്. വളരെ എളുപ്പത്തിൽ 0/1 എന്താ 0. 1/2/√3/2 2 cancel, ബാക്കിയായി 1/√3. again 1/√2/1/√2 1. then √3/2/1/2 cancel ചെയ്യുമ്പോൾ ബാക്കി √3/1, അതായത് √3. again 1/0 not defined അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയും. ഇനി നമുക്ക് അറിയാനുള്ളതാണ് പൈന്റെ വാല്യൂസ്. പൈന്റെ വാല്യൂസ് പെട്ടെന്ന് കിട്ടും. 0ന്റെ വാല്യൂസ് എന്താണോ അതിനോട് കൂടെ നെഗറ്റീവ് കൊടുത്താൽ ആരായി? പൈന്റെ വാല്യൂ ആയി. സൈൻ പൈ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സൈൻ 0 0 ആണ്. അപ്പൊ സൈൻ പൈ എന്ന് പറഞ്ഞാൽ -0, അതായത് -0 തന്നെ 0 തന്നെ. എഗെയിൻ അടുത്തത് കോസ് 0 എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ കോസ് 180 എന്തായിരിക്കും? നെഗറ്റീവ് മൾട്ടിപ്ലൈ, അപ്പൊ -1 ആവും. എഗെയിൻ അടുത്ത പറ ടാൻ 0 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ പൈ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ 0 തന്നെ. അപ്പോ നമ്മൾ സൈന്, കോസ്, ടാൻ ഇതിന്റെ വാല്യൂസ് നമുക്ക് അറിയാം. ഓട്ടോമാറ്റിക് ആയിട്ട് സീക്കും കൊസീക്കും കോട്ടും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇതിന് തിരിച്ച് സൈനിന്റെ വാല്യൂസിനൊക്കെ തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ് ആര്? കൊസീക്ക്. ദെൻ കോസിന്റെ വാല്യൂസിനൊക്കെ തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ് സീക്ക്. ദെൻ ടാന്റെ വാല്യൂസിനൊക്കെ തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് കോട്ട്. അപ്പൊ നമ്മൾ ഇനി ഫങ്ഷൻസ്, അതിന്റെ കോ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്.
ആദ്യം തന്നെ നമ്മൾ സൈൻ ഫംഗ്ഷന്റെ കോഫംഗ്ഷൻ എന്താ? വളരെ എളുപ്പമാണ്. സൈനിന്റെ മുമ്പിൽ കോട്ട് കൊടുക്കി, അപ്പൊ എന്ത് കിട്ടും? സൈനിന്റെ കോഫംഗ്ഷൻ കിട്ടും. അപ്പൊ സൈനിന്റെ മുമ്പിൽ കോട്ട് എടുക്കുക എന്തായി? കോസൈൻ. അതായത് ആര്? കോസ് ആണ് സൈനിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സൈനിന്റെ കോഫംഗ്ഷൻ ആരാണ്? കോസ്. അതേപോലെ നെക്സ്റ്റ് സീക്ക്. നമ്മുടെ ഫംഗ്ഷൻ സീക്ക് ആണെങ്കിൽ അതിന്റെ കോഫംഗ്ഷൻ ആരാ? സീക്കിന് മുമ്പിൽ കോ കൊടുക്കി, കോ സീക്ക്. അതാണ്. അപ്പൊ കൊസീക്ക് ആണ് കോഫംഗ്ഷൻ. എന്തിന്റെ? സീക്കിന്റെ കോഫംഗ്ഷൻ കൊസീക്ക് ആണ്. അതേപോലെ നെക്സ്റ്റ് ടാൻ ആണ് നമ്മുടെ ഫംഗ്ഷൻ. ടാനിന്റെ കോഫംഗ്ഷൻ എന്താ? കോ കൊടുക്ക്, കോടാൻ. അതായത് കോട്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്ത്? തിരിച്ച് കോസിന്റെ കോഫംഗ്ഷൻ എന്തായിരിക്കും? കോസിന്റെ കോഫംഗ്ഷൻ എന്താ? നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ എന്താ? സൈനിന്റെ മുമ്പിൽ കോട്ട് എടുത്ത ആരായി? അതിന്റെ കോഫംഗ്ഷൻ ആയി. അതേപോലെ സീക്കിന്റെ മുമ്പിൽ കോട്ട് എടുത്ത കൊസീക്ക്, ടാനിന്റെ മുമ്പിൽ കോട്ട് എടുത്ത കോട്ടായി. എന്നാ ഈ കോസ് കൊസീക്ക് കോട്ട് ഇതിന്റെ കോഫംഗ്ഷൻ എന്തായിരിക്കും? അപ്പൊ കോസിന്റെ കോഫംഗ്ഷൻ കൊക്കോ എന്ന് പറയാൻ പറ്റൂല. വളരെ എളുപ്പം. സൈനും കോസും തമ്മിൽ എന്ത് ചെയ്യാം? സൈനിന്റെ കോസ് ആണെങ്കിൽ കോസിന്റെ ആരായിരിക്കും? സൈൻ ആയിരിക്കും. അതേപോലെ സീക്കിന്റെ കൊസീക്ക് ആണെങ്കിൽ കൊസീക്കിന്റെ ആരായിരിക്കും? സീക്ക് ആയിരിക്കും. ടാനിന്റെ കോട്ടാണെങ്കിൽ കോട്ടിന്റെ ആരായിരിക്കും? ടാൻ ആയിരിക്കും. ഇനി റെസിപ്രോക്കൽ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെസിപ്രോക്കൽ പഠിക്കാലോ. സൈനിന്റെ റെസിപ്രോക്കൽ ആരാ? സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്ക് ആണ്. അതായത് സൈനിന് നമുക്ക് എന്ത് ചെയ്യാം? 1 കൊസീക്ക് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അതേപോലെ തന്നെ കോസിന് എന്ത് ചെയ്യാം? 1 സീക്ക് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ടാനിനെ 1 കോട്ടായിട്ടും എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ക്ലിയർ അല്ലേ? ഇനി തിരിച്ച് നമുക്ക് എന്ത് പറയാം? കൊസീക്കിന് എന്ത് ചെയ്യാം? 1 സൈൻ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അതേപോലെ സീക്കിന് എന്ത് ചെയ്യാം? 1 കോസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. കോട്ടിന് എന്ത് ചെയ്യാം? 1 ടാൻ ആയിട്ടും ഡിനോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ക്ലിയർ അല്ല? അപ്പൊ ഇത്രയാണ് നമ്മൾ ഏകദേശം മുമ്പ് പഠിച്ച. ഇനി മുമ്പ് പഠിച്ചതിലുള്ള കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് റിസൾട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, sin square theta plus cos square theta equal to 1, sec square theta minus tan square theta equal to 1. അതേപോലെ തന്നെ cosec square theta minus cot square theta equal to 1. അതേപോലെ sin 2 theta ന്റെ റിസൾട്ട് എന്തായിരുന്നു? 2 sin theta cos theta. അതേപോലെ cos 2 theta ക്ക് 3 റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ. 4 ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഫണ്ടമെന്റൽ ആയിട്ട് അറിയേണ്ടതാണ്. ഏതൊക്കെയാണ് അത്? cos 2 theta ന്റെ ഒന്ന് cos square theta minus sin square theta, മറ്റൊന്ന് cos 2 theta മറ്റൊന്ന് എന്താ? 1 minus 2 sin square theta, മറ്റൊന്ന് 2 cos square theta minus 1. ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഫസ്റ്റ് ഇയറിൽ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചെറിയൊരു ക്യാപ്സ്യൂൾ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇനി നമ്മൾ ഇതിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ്. മൊത്തം ഞാൻ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഇതിൽ പ്രിൻസിപ്പൽ വാല്യൂ എന്ന സെക്ഷൻ ആണ്. വളരെ ഈസി ആയിട്ട് ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു ടൈപ്പാണ് അഡീഷൻ പ്രോബ്ലം. അതേപോലെ മറ്റൊന്നാണ് സിംപ്ലിഫൈ, മറ്റൊന്ന് പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ സോൾവ് ദാറ്റ്. ഇങ്ങനെയുള്ള ഈ 4 തരം ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാറുള്ളത്.